നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. നോ റാഫിഞ്ഞ നോ പാർട്ടി. FC ബാഴ്സലോണയുടെ ഇപ്പോഴത്തെ കാര്യം അങ്ങനെയാണ് എന്ന് പറയുന്നത് ഫെറാൻ കൊറേസാണ്. ഇത് ഡിയാരിയോ സ്പോർട്ടിൻ്റെ ജേർണലിസ്റ്റാണ്. ഇങ്ങനൊരു നിരീക്ഷണത്തിലേക്ക് അദ്ദേഹം വെറുതെ പോയതല്ല. ഇപ്പോൾ കഴിഞ്ഞ മത്സരം നമ്മൾ കണ്ടില്ല, FC ബാഴ്സലോണ റയൽ സോസിഡാഡിനോട് പരാജയപ്പെട്ടപ്പോൾ റാഫിഞ്ഞ കളിക്കാനുണ്ടായിരുന്നില്ല. One thing has been very clear this season for Barcelona. No Rafinha, no party. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ സീസണിൽ ബാഴ്സയുടെ കാര്യത്തിൽ. റാഫിഞ്ഞ ഇല്ലെങ്കിൽ പിന്നെ വിജയങ്ങളില്ല. നോ റാഫിഞ്ഞ നോ പാർട്ടി. അപ്പോൾ അത് വെറുതെ പറഞ്ഞതാണോ? വെറുതെ പ്രസ്താവന ആർക്കും എന്തോ അടിച്ചു വിടാം. കൃത്യമായ കണക്കുകളുടെ പിൻബലം അതിനുണ്ടോ? നമ്മളതാണ് നോക്കുന്നത്. 2025-26 സീസൺ വിത്ത് റാഫിഞ്ഞ വിത്തൗട്ട് റാഫിഞ്ഞ ബാഴ്സയുടെ പെർഫോമൻസ് എങ്ങനെയാണ്? വിത്ത് റാഫിഞ്ഞ 18 കളികൾ, വിജയശതമാനം 88.9%. വിതൗട്ട് റാഫിഞ്ഞ 12 കളികൾ, വിജയശതമാനം വല്ലാതെ കുറഞ്ഞു, 58.3%. വിത്ത് റാഫിഞ്ഞ ഡ്രോ 5.6% ഉള്ളൂ. വിതൗട്ട് റാഫിഞ്ഞ ഡ്രോയുടെ അളവ് കൂടുതലാണ്, 8.3%. വിത്ത് റാഫിഞ്ഞ തോൽവി വെറും 5.6%. വിത്തൗട്ട് റാഫിഞ്ഞ തോൽവികൾ 3-1 കളികളും തോറ്റു, 33.3%. ഇനി ബാഴ്സലോണയുടെ ഗോൾ സ്കോറിങ്ങിൻ്റെ കാര്യത്തിൽ വിത്ത് റാഫിഞ്ഞ പെർ മാച്ച് 2.72 ഗോൾസ് പെർ മാച്ചാണ്. വിത്തൗട്ട് റാഫിഞ്ഞ 2.58 ഗോൾസ് പെർ മാച്ചാണ്. ചെറിയ വ്യത്യാസമുണ്ട്. ഗോൾസ് കൺസീഡഡ് വിത്ത് റാഫിഞ്ഞ പെർ മാച്ച് 0.72 ഗോൾസാണ് കൺസിഡർ ചെയ്തതെങ്കിൽ വിത്തൗട്ട് റാഫിഞ്ഞ അത് വല്ലാതെ കൂടി 1.83 ആണ്. ബിഗ് ചാൻസസിൻ്റെ ക്രിയേഷൻ വിത്ത് റാഫിഞ്ഞ പെർ മാച്ച് 3.6 ആണ്. പക്ഷേ അതിനേക്കാൾ കൂടുതലാണ് വിത്തൗട്ട് റാഫിഞ്ഞ 4.4 പെർ മാച്ച്. ഷോട്ടുകൾ വിത്ത് റാഫിഞ്ഞ 18.2 പെർ മാച്ച്. വിത്തൗട്ട് റാഫിഞ്ഞയാണ് കൂടുതൽ, 19.2. പൊസഷൻസ് വിത്ത് റാഫിഞ്ഞ 70.1%, വിതൗട്ട് റാഫിഞ്ഞ 66.2%. സോ ഈ കണക്കുകൾ കൃത്യമായിട്ട് കാണിക്കുന്നത് റാഫിഞ്ഞ എഫക്റ്റ് തന്നെയാണ്. റാഫിഞ്ഞ ഉള്ളപ്പോൾ ബാഴ്സയുടെ വിജയത്തിൻ്റെ അളവ് വല്ലാതെ കൂടുന്നു, റാഫിഞ്ഞ ഇല്ലാത്തപ്പോൾ ബാഴ്സയുടെ തോൽവിയുടെ അളവും വല്ലാതെ കൂടുന്നു. സോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശരിയാണെന്ന് പറയേണ്ടി വരും. ഈ വർഷം ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം നോ റാഫിഞ്ഞ നോ പാർട്ടി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.